SSC, PSC, RRB തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് പരിചയപ്പെട്ടാലോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് 17-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സാണ്. 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M. മുകുന്ദൻ. ഇദ്ദേഹം മയ്യഴിയുടെ കഥാകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ദൈവത്തിൻ്റെ വികൃതികൾ, ഡൽഹി ഗാഥകൾ, ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു തുടങ്ങിയവ. ONV സാഹിത്യ പുരസ്കാര തുക 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ്. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കായിരുന്നു എന്നുകൂടെ ഓർത്തിരിക്കുക. 16-ാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? പിണറായി വിജയൻ. 2016 മുതൽ 2026 വരെ തുടർച്ചയായി 2 തവണ കേരള മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. പുതിയ നിയമസഭയിൽ അദ്ദേഹം ആദ്യമായാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിലെത്തുന്നത്. വിജയ് നയിക്കുന്ന പുതിയ തമിഴ്നാട് മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രി ആരാണ്? S. കീർത്തന. മുഖ്യമന്ത്രി C. ജോസഫ് വിജയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന പുതിയ തമിഴ്നാട് മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രി 29 വയസ്സുകാരിയായ S. കീർത്തനയാണ്. വ്യവസായ വകുപ്പാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ PM ശ്രീ സ്കൂൾ പദ്ധതിയിൽ ചേരാൻ അടുത്തിടെ സമ്മതിച്ച സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. രാജ്യത്തെ 14,500-ലധികം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള കേന്ദ്ര പദ്ധതിയാണ് PM ശ്രീ. പശ്ചിമ ബംഗാൾ കൂടി ഈ പദ്ധതിയുടെ ഭാഗമായതോടെ ഇനി ഇതിൽ ചേരാൻ ബാക്കിയുള്ളത് കേരളവും തമിഴ്നാടും മാത്രമാണ്. IPL-ൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ആരാണ്? വിരാട് കോഹ്ലി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടി റെക്കോർഡ് നേടിയത് വിരാട് കോഹ്ലിയാണ്. അദ്ദേഹം ആകെ 9 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. 2026 മെയ് 1 പ്രവർത്തനം അവസാനിപ്പിച്ച സെർച്ച് എഞ്ചിൻ ഏതാണ്? ask.com. ഈ സെർച്ച് എഞ്ചിൻ 1996-ൽ ആസ്ക് ജീവ്സ് എന്ന പേരിലാണ് ആദ്യമായി ആരംഭിച്ചത്. പിന്നീട് 2006-ലാണ് ഇതിൻ്റെ പേര് ask.com എന്ന് മാറ്റിയത്. നീണ്ട 30 വർഷത്തെ സേവനത്തിന് ശേഷം 2026 മെയ് 1 ഇത് പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗേ ട്രീ അടുത്തിടെ എവിടെയാണ് സ്ഥാപിച്ചത്? ഓർത്തിരിക്കുക, ഭോപ്പാൽ. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി ഒരു ആൽഗേ ട്രീ സ്ഥാപിച്ചത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. 2026-ൽ ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. 2012, 2016, 2021 വർഷങ്ങൾക്ക് ശേഷം ഇത് 4-ാം തവണയാണ് ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷനാകുന്നത്. ഇതുപോലുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സിനായി ചാനൽ ഫോളോ ചെയ്യുക.